നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർക്കസ് റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം FC ബാഴ്സലോണയിലേക്കാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ അദ്ദേഹം ബാഴ്സലോണ നഗരത്തിലെത്തിയിട്ടുണ്ട്. ബാക്കി ബാഴ്സയുടെ പ്ലാനുകൾ എങ്ങനെയൊക്കെയാണ്, അദ്ദേഹത്തെ എന്ന് ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും, എന്ന് പ്രസൻറ്റേഷൻ നടത്തും, ഈ കാര്യങ്ങളും അതുപോലെ ഡീലിൻ്റെ മറ്റ് വിശദാംശങ്ങളുമാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഫബ്രിസിയോ റൊമാനോ പറയുന്നത്, ബാഴ്സലോണ ഹാവ് സീൽഡ് ഓൾ ദി ഡോക്യുമെൻറ്റ്സ് ഓഫ് റാഷ്ഫോർഡ് ഡീൽ സെറ്റ് ടു ലാൻഡ് ഇൻ സ്പെയിൻ എന്നാണ് അദ്ദേഹം ഇന്നലെ കുറിച്ചത്. ഓൾറെഡി അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ബാഴ്സലോണ 14 മില്യൺ യൂറോ ആയിരിക്കും ഗ്രോസ് ആസ് എ സാലറി കവറേജ് പ്ലസ് ബോണസ് ലിങ്ക്ഡ് ടു അപ്പിയറൻസ്, അതായിരിക്കും അവർ പേ ചെയ്യുക. സോ 14 മില്യൺ യൂറോയാണ്, പ്ലസ് ബോണസും കൊടുക്കും, പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള ബോണസും കൊടുക്കും. അപ്പോൾ ഈ ക്ലബിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 25% അദ്ദേഹം പേ കട്ട് എടുത്തു എന്നായിരുന്നു സ്പാനിഷ് മാധ്യമങ്ങൾ കൊടുത്തിരുന്നതെങ്കിൽ ഫബ്രിസിയോ പറയുന്നത് 15% അദ്ദേഹത്തിൻ്റെ സാലറിയിൽ 15% കട്ട് വരുത്തിയിട്ടാണ് മാർക്കസ് റാഷ്ഫോർഡ് വരുന്നത്. സാധാരണ അങ്ങനെ കട്ട് വരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാരന്റ് ക്ലബ്ബ് അത് കവർ ചെയ്യേണ്ടതാണ്. പക്ഷേ യുണൈറ്റഡ് അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു ഭാഗവും കവർ ചെയ്യുന്നില്ല. അതായത് അത് നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെയാണ് റാഷ്ഫോർഡ് ബാഴ്സലോണയിലേക്ക് ചേരുന്നത്. പിന്നെ 2026 ജൂണിൽ അടുത്ത വർഷത്തേക്ക് 30 മില്യൺ യൂറോയുടെ ഒരു ബൈങ് ഓപ്ഷൻ കൂടിയുണ്ട് എന്ന് ഫബ്രിസിയോ കുറിക്കുന്നു. ഇനി ബാഴ്സലോണയുടെ ഭാഗത്തുള്ള അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അത് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് നടത്തി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരും. അതാണ് ബാഴ്സലോണയുടെ പ്ലാന്. മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ് മൺഡേയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പ്രസൻറ്റേഷൻ, ബാഴ്സ താരമായിട്ട് അദ്ദേഹത്തെ പ്രസൻറ്റേഷൻ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വെനസ്ഡേയിലേക്കാണ്. അപ്പോൾ ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വരും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒഫീഷ്യൽ പ്രസൻറ്റേഷനും ഉണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.